പരിപാടിന്റെ വണ്ടി നിങ്ങൾ ഏൽപ്പിച്ചാ? വണ്ടിയെല്ലാം കഴിഞ്ഞ ആഴ്ച നമ്മളെ ബാബുവിനെ വിളിച്ചേൽപ്പിച്ച് അതൊക്കെയാണ് അക്കാലത്ത് പഠിക്കണം. ഉണ്ണിയായിട്ട് ഇവിടെ ഉണ്ടാവില്ല ഇനി ആറായിട്ടല്ലേ പറയുന്നവരും പോകാൻ സാധ്യത അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ കഴിയുമ്പോൾ കുറച്ച് പണിയാണ്. കഴിഞ്ഞതിന് നമുക്ക് 500 റുപ്യ തന്നു. ഇനി പൈസ അടക്കുകയില്ല, 500 റുപ്യ മാത്രം തന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് 2000 പറയാം. 2000 പാർട്ട് ഒരു 1000 നമുക്ക് പിടിക്കണം. ഞാൻ ഇവിടെ കുരുമുള വിളിച്ചാലും വരൂല. സാധനം കുറച്ചൊരു പോയാൽ മതി. നമുക്ക് അങ്ങനെ കാണുകയും ചെയ്യാം. അതെ, നമ്മള് കാണാതെ നമ്മളെ ഇപ്രാവശ്യത്തെ പരിപാടി തിരുവനന്തപുരത്താണ്. അപ്പൊ തിരുവനന്തപുരത്ത് പോയി വരേണ്ട ചെലവ് ഞങ്ങൾക്ക് അറിയാലോ. ഒരു ചെറിയ സഹായം നിങ്ങൾ തരണം. ഇപ്രാവശ്യം ഒരു ബൃഹത്തായ പരിപാടിയാണ് നമ്മൾ നടത്തുന്നത്. ഉണ്ണിയേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം തന്നതിനെക്കാട്ടിലും കുറച്ച് അധികം തന്നിട്ട് നമ്മളെ സഹകരിക്കണം. ഒരു കാര്യം 2000 രൂപ ഉണ്ട് ഉണ്ണിയേട്ടന്. ഓക്കെ, 2000 ചേർക്കാം. 2000 റുപ്യ ഒരു 500 റുപ്യ നേരത്തെ. അത് തീരെ കുറഞ്ഞു പോയി ഉണ്ണിയേട്ടാ. കാരണം ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം തന്ന 500 ആണ്. അല്ലപ്പ നമുക്ക് വരുമാനം സാധിച്ചിട്ട് തരാൻ പറ്റുക. നമ്മളെ കാര്യങ്ങൾ ഉണ്ടായി വേണ്ടേ? അങ്ങനെ നിങ്ങൾ പറയല്ല. പരിപാടി 1000 റുപ്യ ചേർത്തോ. 1000 കൊടുക്കുന്നത് 1500 രൂപ വേണ്ടപ്പോ 1000 റുപ്യ ചേർത്ത് നമുക്ക് അടുത്തേക്ക് പിടിക്കാം. എന്നാ പിന്നെ 1000 ചേർന്നുണ്ട്. എല്ലാം പറിച്ചു കഴിഞ്ഞുണ്ടാ മൊത്തം ഇരുമാനുണ്ടാ പറയണ്ട. തേച്ചും പറിച്ചില്ല, ഒന്നുമില്ലപ്പാ. ഇതിന്റെ കൂലി എത്ര വേല? കൂലി 1500 ഉണ്ടേട്ടാ. 1500 റുപ്യ. അതാ എന്ത് വർത്താനം ഇനി പറയുന്നോടോ? എല്ലാ ബാലാട്ട ഇപ്പൊ പെണ്ണുങ്ങൾക്ക് വരെ ഉണ്ട് കൂലി. പിന്നെ നമ്മൾ പറിക്കുമ്പോ കൂലിന്റെ പ്രശ്നം. പിന്നെ രണ്ടാളെടുക്കേണ്ട ഞാൻ ഒരാൾ കൊണ്ട് ഒറ്റക്ക് എടുക്കുന്നുണ്ട്. അതല്ല പോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. 1000 റുപ്യന്റെ മുളയിലുള്ളൂ. പിന്നെ 1500 റുപ്യ കൂലി എങ്ങനെ ഞാൻ അറിയേണ്ട വിഷയമല്ല ഉണ്ണേട്ടാ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഒന്നും നടക്കില്ല. കൂലി കുറച്ചാൽ എങ്ങനെയാ? നിങ്ങൾ നോക്കി ഇവിടെ എല്ലാം മൊത്തം ചോദിച്ച് എല്ലാം ഉറുമ്പ് അടിച്ച് പാട്ടുകാരുണ്ടല്ലോ ഇവിടെ. പാട്ടുകാരൻ ചോദിച്ചോ. അല്ലപ്പാ, നിങ്ങൾ നോക്കിയാട്ടെ. 1000 റുപ്യ കുരുമുളകില്ല. 1500 റുപ്യ കൂലി കിട്ടും. എല്ലാ ബാലായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് ഇപ്പൊ അത്രയല്ലേ ഇവര് മുന്നേറ്റം പറയുന്നത്. അത് മുളകില് അല്ല സുഖട്ടാ. 5-6 ഇതിന്റെ വിലക്ക് ഇത് മുളക് പത്തി തേച്ച് മൊത്തം നിർമ്പാണ് കഴിച്ച് പണി. സുഖം നോക്ക് കഴിച്ച് പൊന്തി എന്ത് പണിയായി. അത് കുറച്ച് അധികമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തൊഴിലാളിന്റെ ഭാഗത്താണോ അല്ല മുതലാളിന്റെ ഭാഗത്താണോ? അത് അറിയണം. അല്ല, അങ്ങനെയല്ല പറഞ്ഞാലെങ്കിൽ ഞാൻ ഒരു മുതലില്ലൂടാ. ആ മുതലിന് ആൾക്കാരല്ലാണ്ട് അതിന് കൂടുതൽ എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റൂലേ. ഉണ്ണിയായിട്ട് നമുക്ക് 1000 റുപ്യ പിരിവ് വന്നില്ല. ചേനപ്പറമ്പത്തിന് ഒഴിവാക്കാൻ പറ്റൂല. എന്നാ പിന്നെ നമുക്ക് പോയി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവരെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളീ ഇടപെടണ്ട. അല്ലേ വളരെ മോശമായ പരിപാടിയാണ്. ഒരു പണി ചെയ്യും. മുളക് അങ്ങോട്ടും അത് മുളക്